ഇനി ശുചിത്വത്തിൻ തിളക്കം ഡേഫിക്സിലൂടെ. ഹോം ബോൺ ഇൻട്രൊഡ്യൂസിംഗ് ഡേഫിക്സ് ഡിഷ് വാഷ് കേക്ക് ആൻഡ് ഡിഷ് വാഷ് ജെൽ. പ്രിയപ്പെട്ടവരെ, വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഈരാറ്റുപേട്ട നഗരസഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടക്കാർ മുഴുവൻ ആശ്രയിച്ചത്, ന്യൂസ് അറിയുന്നതിന് വേണ്ടി ആശ്രയിച്ചത് ഈ ന്യൂസിനെയാണ്. ആ ഈ ന്യൂസിൽ വളരെ വിദഗ്ധമായി, വളരെ ഭംഗിയായി ആ ന്യൂസ് കൈകാര്യം ചെയ്ത പ്രിയപ്പെട്ട VT ഹബീബിനെയും ഷാബിനെയും ഞാൻ ആദ്യമേ അഭിനന്ദിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം ഈരാറ്റുപേട്ടയിലെ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട ഒരു വിശകലനമാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ പരിപാടിയിലേക്ക് നിങ്ങളെ ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആദ്യം തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ചില അപ്രതീക്ഷിത വിജയങ്ങളും അപ്രതീക്ഷിത പരാജയങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അത് തീർച്ചയായും വിലയിരുത്താം, ഉറപ്പായിട്ടും. ഇപ്പോ പ്രധാനമായിട്ടും ഹബീബ് സാറെ, നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള 2-3 പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈരാറ്റുപേട്ട നഗരസഭയിലെ UDFന്റെ ഒരു താരതമ്യേന നല്ലൊരു വിജയം. രണ്ടാമത്, അപ്രതീക്ഷിതമായിട്ടുള്ള SDP ഒരു തോൽവി. പ്രത്യേകിച്ച് 5 സീറ്റ് ഉണ്ടായിരുന്ന SDP 3 സീറ്റിലേക്ക് ചുരുങ്ങി. മൂന്നാമത്, അപ്രതീക്ഷിതമായിട്ടുള്ള ചില പരാജയങ്ങൾ. പ്രത്യേകിച്ച് ഈരാറ്റുപേട്ട നഗരസഭയിലെ 3-ാം വാർഡിൽ KA മാഹിന്റെ തോൽവി, അതുപോലെ PM അബ്ദുൽ ഖാദർ സാഹിബിന്റെ ഒരു തോൽവി, TM റഷീദിന്റെ ഒരു തോൽവി, അങ്ങനെ അതുപോലെ തന്നെ ഇസ്മായിൽ കീഴടത്തിന്റെ ഒരു തോൽവി. ഇങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട 3-4 തോൽവികളുണ്ട്, നല്ല വിജയങ്ങളുണ്ട്. അപ്പോൾ ഇതേക്കുറിച്ചൊക്കെയുള്ള നമ്മളുടെ ഒരു വിശകലനമാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനം, ഈ ഈരാറ്റുപേട്ട നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താരതമ്യേന കുഴപ്പമല്ലാത്ത ഒരു നല്ല ലീഡിലേക്ക് UDF വന്നിട്ടുണ്ട്. ഏതെല്ലാം ഘടകങ്ങളായിരിക്കും UDFനെ ഈ ഒരു വിജയത്തിന് സഹായിച്ചിട്ടുണ്ടാവുക? UDFനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും 3-4 ഘടകങ്ങളുണ്ട്. അതിനകത്ത് സുപ്രധാനമായ കാര്യം എന്ന് വെച്ചാൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വോട്ടർമാരുടെ സ്വാധീനം UDFന് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. നഗരസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലീഗിന് അല്ലെങ്കിൽ UDFന് വോട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം വൈകാരികമായി തന്നെ, പ്രത്യേകിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ, കോൺഗ്രസിന്റെ, ഒരു UDF ലോകസഭയിലോ ഇല്ലാത്ത വോട്ടർമാര് ലീഗിന് പ്രത്യേകിച്ച് UDFന് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് ഇവരുടെ ഒരു വൈകാരികതയായിട്ട് വരുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇവരുടെ എല്ലാ രാഷ്ട്രീയപരമായിട്ടുള്ള ആവേശവും പ്രതിഫലിക്കുന്നത് ഈ നഗരസഭാ ഇലക്ഷനിലാണ്. മറ്റൊന്നുണ്ടായിരിക്കും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ഈ ഭരണപരമായിട്ട് വിമർശനങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നതിലല്ലോ ഭരണത്തകർച്ച. അല്ല, എനിക്ക് ഈരാറ്റുപേട്ടയിലെ മുസ്ലിമിനെ കുറിച്ച് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഈരാറ്റുപേട്ടയിലെ മുസ്ലിം ലീഗ് ഏത് വൈകാരിക വിഷയങ്ങളെയും വളരെ ശാന്തതയോടെയാണ് നേരിടുന്നത്. എത്ര പ്രകോപനം, ഇപ്പൊ എനിക്കൊക്കെ ഞാനൊക്കെ അതിനകത്ത് ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെന്നുള്ളത് കൊണ്ട് പറയാണ്, എത്ര പ്രകോപനം എതിരാളികളുടെ ഭാഗത്തു നിന്നുണ്ടായാലും അല്ലെങ്കിൽ എത്ര വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായാലും ലീഗിലെ ഒരു ലീഡർഷിപ്പ് വളരെ വൈകാരികമായി അതിനോട് പ്രതികരിക്കാനോ ഒരു പത്രസമ്മേളനം നടത്തി മറുപടി പറയാനോ അല്ലെങ്കിൽ അതിനെ അതേ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ലീഗ് നേതൃത്വം മെനക്കെടാറില്ല. അത് നല്ലതാണോ മോശമാണോ എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ ആ ഒരു ശൈലിയെ ഈരാറ്റുപേട്ടയിലെ ജനം ഇഷ്ടപ്പെടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ആവശ്യമില്ലാതെ എപ്പോഴും വിവാദങ്ങളും കലഹങ്ങളും പ്രസംഗങ്ങളും വൈകാരികമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ഈരാറ്റുപേട്ടയിലെ ബഹുഭൂരിപക്ഷം ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല. വളരെ ശാന്തമായിട്ടുള്ള വിവാദരഹിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനവും ശൈലിയുമാണ് ഈരാറ്റുപേട്ടയിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അത്തരത്തിലുള്ള ലീഗിന്റെ ഒരു ശൈലി ലീഗിന്റെ ഒരു വിജയത്തിന് ചെറിയ തോതിലെങ്കിലും ഒരു ഘടകമായിട്ടുണ്ട്. തീർച്ചയായിട്ടും മറ്റൊന്ന് ഘടകമായിട്ടാണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഈ ശൈലി ഉൾപ്പെടെ പിന്നെ ഒരു സമാധാനപരമായി ജീവിക്കുക എന്നുള്ള ഒരു സാഹചര്യം ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. ഇവിടെ ഒരു വലിയ കേസുകളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ സംഘർഷങ്ങളോ ഇല്ല. ഒരു ഭരണം നടക്കുന്ന ഒരു കാലഘട്ടത്തില് പൊതുജനങ്ങൾക്ക് കിട്ടുന്ന നീതിയും അനീതിയും ഉണ്ട്. അതിൽ ഭരണഭാഗത്തു നിന്ന് കൂടുതൽ നീതി ലഭിച്ചു എന്ന് തോന്നുമ്പോഴാണ് അനീതി തീർച്ചയായിട്ടും ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് അണികൾ പോലും കൊഴിഞ്ഞു പോകേണ്ടതാണ്. അപ്പൊ ഈ കാലഘട്ടങ്ങളിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SDP വരവോടുകൂടി പാർട്ടിക്ക് ചെറിയ ക്ഷീണം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. കാരണം കുറെ അണികൾ അങ്ങോട്ട് പോകാനോ അല്ലെങ്കിൽ വേറെ ഒരു ധ്രുവീകരണം ഉണ്ടാകുകയോ ചെയ്തു. പക്ഷെ ആ ഒരു ധ്രുവീകരണമൊന്നും ഈ ഒരു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ 5 വർഷമായിട്ട് മുസ്ലിം ലീഗിന് വലിയ കാര്യമായി ബാധിച്ചിട്ടില്ല. UDFനെ വലിയ കാര്യമായി ബാധിച്ചു. ഭരണവിരുദ്ധ വികാരം എല്ലായിടങ്ങളിലും ഇപ്പം കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഈരാറ്റുപേട്ടയിലെ UDFന്റെ ഭരണത്തെ സംബന്ധിച്ച്
പലരും പല അഭിപ്രായങ്ങളും യോജിപ്പുകളും വിയോജിപ്പുകളും ഒക്കെ പറയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്ന് ആരും പറയില്ല. കാരണം ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായെങ്കിൽ UDF-ന് ഇത്ര ശക്തമായ ഒരു തിരിച്ചുവരവ് അസാധ്യമായിരുന്നു. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല. സത്യത്തിൽ ഈ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണത്തെ വിലയിരുത്തിയുള്ള ഒരു തെരഞ്ഞെടുപ്പിനേക്കാൾ വ്യക്തികളെ വിലയിരുത്തിയുള്ള ഒരു തെരഞ്ഞെടുപ്പല്ലേ നടത്തുന്നത്? വ്യക്തികളെ വിലയിരുത്തിക്കൊണ്ടാണ് കാലാകാലങ്ങളിൽ എനിക്കും ഈ നഗരസഭ മാത്രമല്ല തൊട്ടടുത്ത നഗരസഭകളിലൊക്കെ അല്ലെ പഞ്ചായത്തുകളിലാണ് പോലും കൃത്യമായിട്ട് വ്യക്തിപ്രഭാവം പലപ്പോഴും രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാധീനത്തെ മറികടക്കാറുണ്ട് ഈ പലപ്പോഴും ഈ വാർഡുകളിൽ. ഉദാഹരണം എനിക്ക് പറയാൻ സാധിക്കും നമ്മുടെ മുരിക്കോലിയിലെ SDP സ്ഥാനത്ത് ഷാഹുലിന്റെ ഒരു വിജയം തന്നെയാണ്. കാരണം അവിടെ UDF-ന് വേണ്ടി മത്സരിച്ചത് നമ്മുടെ അബ്ദുൽ ഖാദർ സാഹിബ് ആയിരുന്നു. ഇതുവരെ പഞ്ചാബിൽ നിന്ന് പരാജയം അറിയാത്ത ഒരു സ്ഥാനത്ത് അബ്ദുൽ ഖാദർ സാഹിബ് അവരെ കുറഞ്ഞ വോട്ടുകൾ നേടി പരാജയപ്പെടാനുണ്ടായ കാരണം അവിടെ ഷാഹുലിന്റെ ഒരു വീടുകൾ കയറിയുള്ള പ്രവർത്തനം തന്നെയാണ്. പാർട്ടിയുടെ വിജയത്തിലുപരി അതൊരു വ്യക്തിയുടെ SDP എന്ന പാർട്ടിയുടെ ഒരു പ്രവർത്തനത്തിന്റെ വിജയം തന്നെയാണ്. SDP എന്നുള്ളൊരു പാർട്ടിയുടെ വിജയത്തേക്കാൾ എനിക്ക് തോന്നുന്നു ആ വ്യക്തിയുടെ ഒരു വിജയമാണ്. കാരണം അവിടെ ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ടാവുക SDP എന്ന രാഷ്ട്രീയ പാർട്ടിക്കായിരിക്കില്ല. ചായ് എന്ന് പറയുന്ന ആ വാർഡിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിക്ക് എനിക്ക് തോന്നുന്നു അവിടുത്തെ SDP-യുടെ വോട്ടുകളല്ല, SDP-കാരും UDF-കാരും LDF-കാരും എല്ലാം അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വോട്ട് ചെയ്തെങ്കിൽ മാത്രമേ 247 എന്നുള്ള വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് അദ്ദേഹത്തിന് എത്തിപ്പെടാൻ കഴിയുള്ളൂ. എനിക്ക് തോന്നുന്നു അവിടെ നമ്മുടെ വിശകലനത്തിൽ പോലും പറഞ്ഞത് അവിടെ ഒരു ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്നാണ്. ഒരു 3 മുന്നണികളും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ അത് അങ്ങനെ ഒരു സംഭവമേ അവിടെ ഇല്ലായിരുന്നു. അവിടെ ഇഞ്ചോടിഞ്ചല്ല, അവിടെ ഏകപക്ഷീയമായ പോരാട്ടമായിരുന്നു. ഏറ്റവും രസാവഹമായ സംഗതി അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ഉള്ള ആ സ്ഥാനാർത്ഥിയായിട്ട് നമ്മൾ കണ്ട PR അബ്ദുൽ ഖാദർ സാഹിബ് എന്തുകൊണ്ടും ആ വാർഡിൽ വളരെ പെർഫോമൻസ് താഴോട്ട് വന്നു. അവിടെ പിന്നെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം ഒരു സമവായത്തിന്റെ വിലയിരുത്തൽ നടത്തിയിരുന്നെങ്കിലും അവിടെ അടിസ്ഥാനപരമായിട്ട് അവിടെ ഈ ഷാഹുൽ ചായ് വിജയിക്കും എന്ന ട്രെൻഡ് തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം സത്യം തുറന്നു പറഞ്ഞില്ല നമ്മൾ വിശകലനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മള് അങ്ങനെ ഒരു വിലയിരുത്തുന്ന ഉപരിയായിട്ട് നമ്മൾ കുറച്ചുകൂടി അവിടെ ഉണ്ടാകുന്ന വെച്ചാൽ പൊതുവെ ഈ റെയറായിട്ടും ചലഞ്ച് ചെയ്യപ്പെടുന്ന വാർഡുകളിൽ പോയി വിജയം കൊയ്തെടുക്കുന്ന പ്രത്യേക വ്യക്തിയാണ് PM അബ്ദുൽ ഖാദർ. കാരണം അദ്ദേഹം പോയും അത്ഭുതങ്ങൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രചരണ രീതി സ്വാഭാവികമായിട്ടും അവിടെ എങ്ങനെയാകും, അദ്ദേഹം ഏത് രീതിയിലാണ് അതിനെ പ്രവർത്തി. കാരണം വട്ടക്കയം വാർഡിൽ നിന്നുകൊണ്ടും പഞ്ചാംഗ വാർഡിൽ നിന്നൊക്കെ 1, 2, 3 വോട്ടുകൾക്കൊക്കെ വിജയം പിടിച്ചെടുത്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് സ്വാഭാവികമായിട്ട് ഇവിടെ ചായ് എത്രത്തോളം അദ്ദേഹം ഇതാകും. പക്ഷെ അങ്ങനെ ഒരു ഭാഗത്തേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിയാതിരുന്നതിന് ഒരു കാരണം എന്റെ വിലയിരുത്തല് അദ്ദേഹത്തിന് ഇലക്ഷൻ ടൈം ആയപ്പോൾ മാത്രമാണ് ആ വാർഡിലേക്ക് കടന്നു ചെല്ലാൻ. ആ വാർഡിന്റെ ഒരു വിഭജനവും അദ്ദേഹത്തെ ദോഷകരമായി. കാരണം ആ വാർഡ് വിഭജിച്ചിരിക്കുന്നത് തന്നെ അങ്ങനെയാണ്. അതായത് UDF-ന് ഒരിക്കലും ഒരു മേൽക്കോയ്മ വരാത്ത രൂപത്തിൽ UDF-ന്റെ മേഖലയെല്ലാം 6ാം വാർഡിലേക്ക് മാറ്റി അങ്ങനെയൊക്കെ ഒരു വാർഡാണ്. ആ വാർഡിൽ അദ്ദേഹം ആ മത്സരത്തിന്റെ ചലഞ്ച് ഏറ്റെടുത്ത് തന്നെ വലിയ അത്ഭുതകരമാണ്. അദ്ദേഹം ആ ചലഞ്ച് ഏറ്റെടുത്തു, എന്നിട്ട് പോരാടി. പക്ഷെ അദ്ദേഹത്തിന് ഉദ്ദേശിച്ച രൂപത്തിൽ അവിടെ പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇവിടെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു തോൽവി എന്ന് പറയുന്നത് വട്ടക്കയം വാർഡിൽ KM മാഹി. എന്തുകൊണ്ടാണ് KM മാഹിന് അങ്ങനെ ഒരു പരാജയം, നിലച്ചിരിക്കാതെ ഒരു പരാജയം? എന്തായിരിക്കും അതിന്റെ ഒരു ഘടന? എന്റെ ഒരു അഭിപ്രായം KM മാഹിന്റെ തോൽവി എന്ന് പറഞ്ഞാൽ KM മാഹിന്റെ തോൽവി അല്ല ശരിക്കും. അവിടെ അടിസ്ഥാനപരമായിട്ട് എന്റെ ഒരു സ്റ്റഡിയിൽ അതൊരു അടിസ്ഥാനപരമായിട്ട് LDF വാർഡാണ്. കാലാകാലങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടി വിജയിച്ചു LDF എന്ന് പറയാൻ പറ്റും. അതായത് LDF എന്ന് വെച്ചാൽ ഈ മുനിസിപ്പാലിറ്റി രൂപീകരിച്ചതിന് ശേഷം മാത്രമാണ് അവിടെ ഒരു UDF വാർഡ് എന്ന ടെൻഡർ വരുന്നത്. UDF വാർഡ് എന്ന് വരുന്നത് തന്നെ 2015 താഹിർ പന്തനാലും PM അബ്ദുൽ ഖാദറും തമ്മിലാണ് മത്സരിക്കുന്നത്. അവിടെ വരുമ്പോൾ പോലും ആ PM അബ്ദുൽ ഖാദറിന്റെ ഒരു പ്രത്യേക പേഴ്സണാലിറ്റിയും ഒരു പ്രത്യേക രീതിയും വെച്ചിട്ട് അദ്ദേഹം 5 വോട്ടുകൾക്ക് വിജയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതേ സമയത്ത് തന്നെ അവിടെ ഒരു വിലയിരുത്തൽ നടത്തേണ്ടത് 2020 അവിടെ LDF UDF ജയിക്കാൻ കാരണം LDF 2 സ്ഥാനാർത്ഥികളെ നിർത്തി CPI-യും CPM-ഉം വിരുദ്ധ രാഷ്ട്രീയം കളിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് അതിലൂടെ വന്നു. പിന്നെ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു താഹിർ പന്തനാട്. അവിടെ ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒരു പാർട്ടി പക്ഷേ ഉണ്ടാവണം നിർബന്ധമില്ല. അതോടൊപ്പം തന്നെ PM അബ്ദുൽ ഖാദറിന്റെ ഒരു മാതൃകതയുണ്ട്. ഇതും കൂടിയാണ്
പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഇപ്രാവശ്യം കടുത്ത രാഷ്ട്രീയ പോരാട്ടമാണ് വട്ടക്കേത്ത് നടന്നത്. കൃത്യമായ LDF-ഉം കൃത്യമായ UDF-ഉം തമ്മിലുള്ള മത്സരമായിരുന്നു. ആ മത്സരത്തിൽ ഒരു വിജയം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അപ്പുറത്ത് കെ മാഹിനെ പോലെ ഒരു യോഗ്യനായ അദ്ദേഹം നിർബന്ധമായിട്ടും നമ്മുടെ നഗരസഭയിൽ ഉണ്ടാവേണ്ട ഒരാളായിരുന്നു. അതെ അതെ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന കരുത്തരായ ഒരു UDF നേതാവായിരുന്നു. അദ്ദേഹത്തെ മറികടന്ന് റാഷിദ് വിജയിച്ചത് LDF-ന്റെ ഒരു വിജയം തന്നെയാണ്. കാരണം UDF-ന്റെ ഒരു കോട്ടയായ വട്ടക്കേത്ത് LDF വിജയിച്ചത് വലിയൊരു വിജയം തന്നെയാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ നഗരസഭാ തെരഞ്ഞെടുപ്പില്, പ്രത്യേകിച്ച് പ്രാദേശിക ഭരണ സംവിധാനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പില് സ്ഥാനാർത്ഥികളുടെ ജനകീയത ഒരു പ്രധാന ഘടകമാണ്. റാസി എന്ന് പറയുന്ന അവിടെ വിജയിച്ചയാള് കഴിഞ്ഞ 10-25 വർഷക്കാലമായിട്ട് സാധാരണ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന, ഏറ്റവും താഴേക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും അവിടുത്തെ വാർഡിലെ ജനങ്ങൾ ഞങ്ങളൊരു പ്രതിനിധിയെ തെരഞ്ഞെടുത്താൽ ഞങ്ങൾക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള പ്രാപ്യമായ വ്യക്തി ആരാണോ അദ്ദേഹം ഒരു സെലക്ഷൻ നടത്തി കാണും. അവിടെ ഒരുപക്ഷെ മാഹിന്റെ അയോഗ്യതയല്ല, പക്ഷെ അവർക്ക് കൂടുതൽ മികച്ചതായി ഇദ്ദേഹത്തെ തോന്നിയത് കൊണ്ടാവാം അങ്ങനെ ഒരു സെലക്ഷൻ വന്നത്. മാഹിന്റെ ചേർന്ന് നിന്ന് പ്രവർത്തി അല്ലെങ്കിൽ ഒരു വിളിക്കപ്പുറം ഓടിയെത്തുന്ന ഒരാളായി റാസിയെ തോന്നിയതുകൊണ്ടായിരിക്കും റാസി വിജയിച്ചത്. അത് തന്നെയാണ്. പിന്നെ ഏതായാലും ഈ തോൽവി ഈരാറ്റുപേട്ടയിലെ UDF-ന്റെ തിളക്കമാർന്ന വിജയത്തിനിടയിലും UDF-ന്റെ ഒരു കറുത്ത പാടായിട്ട് കിടക്കുന്ന ഒരു തോൽവിയാണ്. എല്ലാ കാലഘട്ടങ്ങളിലും ഇതുപോലുള്ള മികച്ച വിജയങ്ങളിടയിൽ ഇങ്ങനെ ഒരു അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമായിട്ട് വരുന്നതാണ്. ശരിക്കും ഈ വാർഡ് മാത്രമല്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ കാട്ടാമല വാർഡിന്റെ വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ UDF-ന് വലിയ മജോറിറ്റി ഉള്ള ഒരു വാർഡാണ്. വോട്ടേഴ്സ് ലിസ്റ്റിലെ ലിസ്റ്റ് അനുസരിച്ച് UDF-ന്റെ ഈസി വാക്ക് ഓവർ വാർഡാണ്. പക്ഷെ അവിടെയും വലിയൊരു അട്ടിമറി, 1, 2, 10, 25 വോട്ടിനല്ല, 113 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടുത്തെ LDF സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത്. അവിടെയും ഈ സ്ഥാനാർത്ഥി മികവ്, 2 സ്ഥാനാർത്ഥികളും മികച്ചത് തന്നെ, പക്ഷെ അവിടെ ഒരു അട്ടിമറി വിജയമാണ് LDF-ന് ഉണ്ടായിരിക്കുന്നത്. അവിടെ പിന്നെ 2 കാര്യങ്ങളാണ് തോന്നുന്നു. ഒന്ന് അടിസ്ഥാനപരമായി അവിടെ ഒരു അട്ടിമറി നടന്നിട്ടുണ്ട്. അവിടെ ഈ പുറമേ കാണുന്നതിനേക്കാൾ ഉള്ളിൽ എന്തൊക്കെയോ ചില ഞാൻ മനസ്സിലാക്കിയിടത്തോളം അന്തർധാരകൾ സജീവമാണ് എന്ന് നമ്മൾ സിനിമ പറഞ്ഞാൽ മതി. ആ സജീവമാണ് എന്നുള്ള ആ ഘടകം ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ള സത്യമാണ്. ഈ അങ്ങനെ ഒരു അന്തർധാര ഇല്ലെങ്കിൽ എന്തായാലും ആ വിജയം നടക്കില്ല. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് LDF സ്ഥാനാർത്ഥി നല്ല മികച്ച സ്ഥാനാർത്ഥിയുമായിരുന്നു. അവർ ജനങ്ങളോടുള്ള സമീപനവും അതെ, UDF സ്ഥാനാർത്ഥിയും മികച്ചതായിരുന്നു. പക്ഷേ ഒരു കമ്പാരിസൺ നോക്കുമ്പോൾ കുറച്ചുകൂടി ജനങ്ങളിലേക്ക് പെട്ടെന്ന് അട്രാക്ട് ചെയ്യാനുള്ള എന്തൊക്കെയോ ചില സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം UDF സ്ഥാനാർത്ഥി ഇപ്പൊ അദ്ദേഹത്തിന്റെ ഭർത്താവ് എന്ന് പറയുന്നത് PH നൗഷാദാണ്. ശ്രീ PH നൗഷാദിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള തന്ത്രജ്ഞതയൊക്കെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. ഒരു പുതുമുഖമൊന്നുമല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു UDF രാഷ്ട്രീയത്തിന്റെ ഇത്രയും കൃത്യമായ ഘടനയുള്ള ഒരു വാർഡില് അദ്ദേഹത്തിന്റെ ഒരു കാര്യം നിൽക്കുമ്പോൾ കൃത്യമായിട്ടും ജയിച്ചു വരേണ്ടതാണ്. അപ്പൊ അതിനെയൊക്കെ ഒരു പുതുമുഖമായിട്ടുള്ള ഷാജിദ അവിടെ മറികടന്നു എന്നുള്ളതാണ്. ഭർത്താവ് എത്ര യോഗ്യനാണെങ്കിലും എത്ര പാരമ്പര്യവും പരിചയ സമ്പത്തും ഉണ്ടെന്ന് പറഞ്ഞാലും അതൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങൾ അത് ഒരു മാനദണ്ഡമാക്കിയില്ല എന്നതിന്റെ ഉദാഹരണമാണ് കാട്ടാമലയിലെ UDF-ന്റെ പരാജയം. അതേസമയം പുതുമുഖമാണെങ്കിലും ഷാജിദ VA ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വേണ്ടി ശക്തമായ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചതിന്റെ ഒരു ഫലം തന്നെയാണ് കാട്ടാമല 7ാം ഡിവിഷനിൽ LDF-ന്റെ ഒരു വിജയം എന്ന് തന്നെ പറയുന്നത്. ഇല്ലെങ്കിൽ UDF-ന്റെ ഒരു വാർഡിൽ LDF-ന്റെ ഒരു വിജയം അത് വളരെ വലുത് തന്നെയാണ്. ഉറപ്പായിട്ടും. അതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് 3 വാർഡുകളിൽ മാത്രമേ SDPക്ക് വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മളുടെ സോഷ്യൽ മീഡിയയിലും പ്രത്യേകിച്ച് ഈരാറ്റുപേട്ടയിലെ പൊതുസമൂഹത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് SDP ഒരു 7, 8, 9 സീറ്റുകൾ വരെ പിടിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന വലിയ വിഭാഗം ആളുകളുണ്ട്. പക്ഷെ വളരെ അപ്രതീക്ഷിതമായി SDP-ക്ക് 3 സീറ്റുകളിലേക്ക് ചുരുങ്ങേണ്ടി വന്നു. 5-ൽ നിന്ന് 3-ലേക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം, ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കനത്ത ആഘാതം തന്നെയാണ്. എന്തായിരിക്കും SDP-യെ ഇത്തരത്തിലെ ഒരു തീരെ മോശം പെർഫോമൻസിലേക്ക് അവരെ വിടാൻ സഹായിച്ചത്? എന്തായിരിക്കും? SDP ഒരു മോശം പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളതല്ല, അടിസ്ഥാനപരമായിട്ട് തേവരുപാറ എന്ന് പറയുന്ന അവരുടെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് പോലത്തെ ഒരു വാർഡിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതേസമയം പത്താഴപ്പടിയിലെ വിജയമൊന്നും നിസ്സാരമായി കണക്കാക്കാൻ കഴിയില്ല. കുറ്റിമരം കോളനി അവരൊക്കെ അവിടെ കൃത്യമായ വിജയം തന്നെ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം 2 പ്രബലമായ മുന്നണികൾക്കിടയിൽ നിന്നുകൊണ്ട് കൃത്യമായ രീതിയിൽ ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാക്കി അവർ വിജയിക്കാൻ കഴിയുക എന്നുള്ള തേവരുപാറ എന്നൊക്കെ പറയുന്ന അവിടെ കൃത്യം ഒരു പ്രധാനപ്പെട്ട വാർഡുമാണ്. ഈ തേവരുപാറയിലെ പരാജയം നമ്മൾ പ്രത്യേകം ചർച്ച ചെയ്യുന്ന ഒരു പരാജയമാണ്.
അവിടെ തേവരുപാറയിൽ UDF സ്ഥാനാർത്ഥി അഫ്സല് വിജയിച്ചത് ഏതാണ്ട് 177 വോട്ടുകൾക്കോ മറ്റുമാണ് അല്ലെ? കറക്റ്റ് ആയിട്ടുള്ള ഫിഗർ എനിക്കറിയില്ല. എന്തായാലും 150 മേൽ വോട്ടിനാണ് അദ്ദേഹം വിജയിച്ചിരിക്കുന്നത്. അപ്പം ഈ ഇത്രമാത്രം വലിയ ഒരു വോട്ടിംഗ് വ്യത്യാസം വരാൻ പാകത്തിൽ എന്ത് ഘടകമാണ് ഈ തേവരുപാറയിൽ പ്രവർത്തിച്ചത്? ഒരു നിഷ്പക്ഷ നിരീക്ഷണം നടത്തി കഴിഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണെങ്കിലും അല്ലെങ്കിൽ STP ആണെങ്കിലും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണെങ്കിലും ഈ പാർട്ടികളുടെയൊക്കെ പാർട്ടിക്ക് അതീതമായിട്ട് അതിൽ വരുന്ന വ്യക്തികളെയും പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. വ്യക്തികൾ പരിഗണിക്കും. അപ്പം അവിടെ രണ്ട് ഒരു സൂത്രമാണ് ഉണ്ടായെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് STPയുടെ ക്ഷീണത്തെക്കാൾ ഒരു STPയുടെ സ്ഥാനാർത്ഥിക്കുണ്ടായ എന്തോ ഒരു ചെറിയ ഒരു വിമർശനം ഉണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ യൂണിയന്റെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി അതിശക്തമായി പോസിറ്റീവായിട്ട് ഇടിച്ചു കയറാനും കഴിയില്ല. അതിനകത്ത് ഈ അഫ്സൽ വെള്ളൂപ്പറമ്പിൽ എന്ന ഒരു വ്യക്തിയെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്താണ്. ഈ അഫ്സൽ വെള്ളൂപ്പറമ്പിൽ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി തുനിഞ്ഞിറങ്ങിയാൽ അതും കൊണ്ടേ വരൂ എന്ന ഒരു നിശ്ചയദാർഢ്യമുള്ള ഒരു വ്യക്തിയാണ്. ഈരാറ്റുപേട്ട നഗരസഭ കൗൺസിലർമാരായി 29 പേര് വരുന്നുണ്ട്. അതിൽ ഏറ്റവും മികച്ച കൗൺസിലർ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാവുന്ന ഒരു വ്യക്തിയാണ് അഫ്സൽ വെള്ളൂപ്പറമ്പിൽ. കാരണം ഒരു കൗൺസിലർ അല്ലാതിരുന്നിട്ടും അഫ്സൽ നഗരസഭയിൽ വന്ന് കാര്യങ്ങൾ നടത്തുന്നത് നമുക്കൊക്കെ ബോധ്യമുള്ള ആളാണ്. ആ അർത്ഥത്തിൽ അഫ്സൽ ഒരു മികച്ച കൗൺസിലർ ആയിരിക്കും. മാത്രമല്ല അഫ്സലിന്റെ ഒരു പ്രവർത്തന മികവ്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് അഫ്സലിന്റെ ഒരു ഡെഡിക്കേഷനോടുകൂടിയുള്ള പ്രവർത്തനം മറ്റ് എതിർ സ്ഥാനാർത്ഥിയെ അപേക്ഷിച്ച് ഒരു വലിയ മേൽക്കൈ നേടാൻ അഫ്സലിന്റെ പ്രവർത്തനങ്ങൾ സഹായമായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടി, അദ്ദേഹം ഏതാണ്ട് 1, 2, 3 വർഷമായിട്ട് ഇതിനു വേണ്ടിയിട്ട് ആ വാർഡിലേക്ക് ഇറങ്ങിച്ചത്. എനിക്കൊന്ന് മുസ്ലിം ലീഗ് ഈരാറ്റുപേട്ടയിൽ ആദ്യമായി മത്സരിക്കാൻ അനുവാദം കൊടുത്തൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ അഫ്സൽ വെള്ളൂപ്പറമ്പിൽ. ഒരു തമാശ, പല വാർഡുകളിലും തർക്കങ്ങളും മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുമ്പോഴും തേവരുപാറയിൽ ആര് എന്ന ചോദ്യത്തിന് വേറൊരു രണ്ടാമതൊരാൾ വന്നിട്ടില്ല. അപ്പൊ അഫ്സല് വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങി. അതിന്റെ ഒരു ഗുണവും അഫ്സലിന് കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ ഒരു SDPയുടെ പരാജയത്തിലുപരി 23-ാം വാർഡിലെ SDPയുടെ ഒരു പരാജയം ഒരു തിരിച്ചടി തന്നെയായിരുന്നു SDPക്ക്. 23-ലെ പരാജയം എനിക്കൊന്ന് SDP ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം സ്ഥാനാർത്ഥി KU മാഹീൻ ചെന്ന് വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു സ്ഥാനാർത്ഥി തന്നെയായിരുന്നു. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് വിനയായത് ആ വാർഡ് വിഭജനം തന്നെയാണ്. മാഹിൻ പ്രതിദാനം ചെയ്ത വാർഡ് 2, 3 കഷ്ണമായി പല വാർഡുകളിലേക്ക് പോയി. അവശിഷ്ട വാർഡിൽ നിന്നാണ് മാഹിൻ മത്സരിക്കുന്നത്. പക്ഷെ മാഹിന്റെ ആ ഒരു സ്വീകാര്യതയോടൊപ്പം എതിർ സ്ഥാനാർത്ഥി അഫ്സൽ ഇജാസിനുള്ള സ്വീകാര്യതയും മനസ്സിലാക്കേണ്ടതാണ്. കാരണം പരാജയത്തിനപ്പുറം UDFന്റെ ഒരു വിജയം തന്നെയാണ്, അവരുടെ ഒരു വലിയ വിജയമാണ്. കാരണം അഫ്സൽ ഇജാസ് വിജയിച്ചിരിക്കുന്നത് ഒരു 100-ന് മേൽ വോട്ടിനാണ്, വലിയ 150 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. അപ്പൊ അഫ്സൽ ഇജാസും അവിടുത്തെ ഒരു ജനകീയനായിട്ടുള്ള, എനിക്ക് തോന്നുന്നു LDFകാർക്കൊക്കെ ഏറ്റവും സ്വീകാര്യനായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവാണ്, യുവ നേതാവാണ് അഫ്സൽ ഇജാസ്. അവിടുത്തെ LDFന് എത്ര വോട്ടുണ്ടെന്ന് നോക്കാം. അവിടുത്തെ LDF നേടിയത് 9 വോട്ടാണോ? 300 അല്ല, ടോട്ടൽ 9 വോട്ട് തന്നെ വളരെ വ്യക്തമാണ്. അവിടുത്തെ LDFന്റെ വോട്ട് N ബ്ലോക്കായിട്ട് UDFന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ LDF UDFന് മറിച്ചു കൊടുത്ത വേറൊരു വാർഡ് ഒരു വാർഡ് നാം മാത്രം ഒരു സ്ഥാനാർത്ഥി നിർത്തിയെന്ന് മാത്രം. SDPയുടെ ഒരു പരാജയത്തിലപ്പുറം അഫ്സൽ ഇജാസിന്റെ ഒരു മികവാണ് കാണാൻ സാധിച്ചത്. അഫ്സലിന് കിട്ടിയ ഒരു സ്വീകാര്യതയും ഒരു അംഗീകാരവുമാണ് തീർച്ചയായിട്ടും ആ വാർഡിലേക്ക് വരുന്നത്. SDPയെ 5-ൽ നിന്ന് 3 ആയത് എന്തുകൊണ്ടാണെന്ന് ആ സംഘടന പരിശോധിച്ച് മാറ്റം വരുത്തേണ്ട ഒരു കാര്യമുണ്ട്. അതുപോലെ ഈ UDFന്റെ ഒരു വിജയം, അതിന്റെ ഒരു തിളക്കവും നമ്മൾ കാണാതിരുന്നുകൂടാ. ഏറ്റവും മികച്ച വിജയമാണ്. എനിക്ക് തോന്നുന്നു 29 വാർഡുകളിൽ 16 കല്ലൂത്താഴത്തിൽ LDFന് സിറ്റിംഗ് സീറ്റായ അവിടെ രണ്ടാം ഡിവിഷനിൽ UDFന്റെ റസ്ന ഹസീറോടെ LDFന് സിറ്റിംഗ് സീറ്റിൽ വിജയിച്ചു. അതുപോലെ തന്നെ 4-ാം വാർഡിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ പല വാർഡുകളിലും എനിക്ക് തോന്നുന്നു അതിൽ തേവരുപാറയാണ് ഏറ്റവും പ്രധാനം അവർ നേടിയെടുത്ത വാർഡുകളിൽ. ഏതായാലും UDFനൊരു തിളക്കമാർന്ന വിജയം ഉണ്ടായി. ഈ തിളക്കമാർന്ന വിജയം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് ജനങ്ങൾ വിശ്വസിച്ച സന്ദർഭത്തിലാണ് ഇത്രയും മികച്ച ഒരു തിരിച്ചുവരവ്, വീണ്ടും ഒരു വർധനയോടുകൂടി തിരിച്ചു വരാൻ UDFന് കഴിഞ്ഞിരിക്കുന്നത്. അത് എന്താണ് ഈ ഒരു പൊതുവായി നിരീക്ഷിക്കാവുന്ന ഒരു കാര്യം, ഈ മുന്നണി സംവിധാനങ്ങളിൽ പ്രത്യേകിച്ച് ഈരാറ്റുപേട്ടയുടെ പ്രത്യേക സ്വഭാവത്തില്
UDF പലപ്പോഴും ഭരണ സ്ഥിരത പ്രദാനം ചെയ്യാൻ കഴിയാറ്. ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. കാരണം എത്ര 5 വർഷം ചെയർമാന്റെ ഒരു എത്ര ഭൂരിപക്ഷം വന്നാലും അത് 5 വർഷം തേക്കാൻ കഴിയാത്ത പല ഉദാഹരണങ്ങളിൽ ഉണ്ട് LDF പക്ഷെ അപ്പൊ അത് UDF തന്ത്രപൂർവ്വം കളിച്ചാണെങ്കിലും ആ തന്ത്രപൂർവ്വത്തിൽ എങ്ങനെയാണ് മറ്റുള്ളവർ വീഴുന്നതെന്നുള്ള പ്രശ്നമുണ്ട്. അതേസമയം ഓരോ വോട്ടിന്റെയോ അല്ലെങ്കിൽ തുല്യമായി നറുക്കിലൂടെ വന്നപ്പോൾ പോലും UDF 5 വർഷം കൊണ്ടുപോയിട്ടുണ്ട്, തികച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഒരു വ്യക്തമായ മജോറിറ്റിയോടി LDF വന്നപ്പോൾ പോലും അവർക്കത് തുറന്നു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആളുകൾക്കൊരു വിശ്വാസം. ഉദാഹരണം 2015 ശ്രീ TM റഷീദ് ചെയർമാനായിട്ട് വലിയ വലിപ്പത്തിലേക്കാണ് വരുന്നത്. ഇവിടെ ഒരു വലിയ സംഭവം ഉണ്ടായ പോലെയാണ്. അപ്പൊ അത് കൃത്യമായ രീതിയിൽ അത് 5 വർഷത്തേക്ക് തുറന്നു കൊണ്ടുപോകാൻ പക്ഷെ കഴിഞ്ഞില്ല എന്ന് മാത്രം പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്. ഈ TM റഷീദിന് എന്ത് സംഭവിച്ചു? ഈ 14ാം വാർഡില് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് ആ വാർഡില് മത്സരിച്ച മീൻപിട്ടയിലിനോട് അതിനു മുമ്പ് തെരഞ്ഞെടുപ്പിൽ ഷെഫ്നാമിനോട് നേരിട്ടത് സൽമത്ത് ടീച്ചറാണ്. എനിക്ക് തോന്നുന്നു സൽമത്ത് ടീച്ചർ പിടിച്ച വോട്ട് TM റഷീദിന് കിട്ടിയിട്ടില്ല. എന്തായിരിക്കും അവിടെ അത്ര അമീൻപിട്ടയിലിന്റെ ആ ഒരു പ്രഭാവത്തിന് മുമ്പ് TM റഷീദ് പാടെ തകർന്നു പോകുന്ന അതിനകത്തൊരു അവിടെയും നമുക്ക് പറയാനുള്ള ഈ ഒരു സ്ഥിരത ഒരു പ്രശ്നമുണ്ട്. അവിടെ നിലപാട് വളരെ പ്രധാനമാണ്. അവിടെ 2015 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പ്രതിനിധിയായിട്ട് TM റഷീദ് ഈരാറ്റുപേട്ട നഗരസഭയുടെ പ്രഥമ ചെയർമാനായി വന്ന അദ്ദേഹം 2020 അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഇടത്തുമുന്നിൽ മത്സരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ 2025 അദ്ദേഹം കേരള കോൺഗ്രസ് ഗ്രൂപ്പിന്റെ 2 ചിഹ്നത്തിലാണ്. അപ്പൊ അത്തരത്തിലുള്ള ഓടി നടക്കലുകൾക്ക് ആ ഒരു സ്ഥിരതയില്ലായ്മ ഒരുപക്ഷെ കുറച്ചൊക്കെ ബാധിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ആ വാർഡിന്റെ ഒരു സ്വഭാവം കൊച്ചുകുട്ടിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആദ്യം മത്സരിക്കുന്ന മറ്റക്കാട് ഡിവിഷനിലാണ്. CPM-ന്റെ നെടുങ്കോട്ടയാണ്. പുഷ്പം പോലെ ജയിച്ച അദ്ദേഹം പിന്നെ ഇടത്തുങ്ങെന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ തേരോട്ടം നടക്കുന്ന ഒരു വാർഡിൽ ചെന്നിട്ട് കോൺഗ്രസ് UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഏത് ലോജിക്കിലും അവിടെ വിജയിക്കാനുള്ള സാധ്യതയില്ല. ഇവിടെ 25 ലീഗിന്റെ ഒരു കോട്ടയിൽ പൊന്നാവരം കോട്ട അത് കറക്റ്റാണ് രാഷ്ട്രീയത്തിൽ. കാരണം അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹം ഒരു നിലപാടെടുത്താല് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നത് അദ്ദേഹം ഒരു നിലപാടെടുത്താൽ അത് ശരിയാണെങ്കിൽ കൊള്ളാം തെറ്റാണെങ്കിൽ കൊള്ളാം ഉറച്ചു നിൽക്കുക. പിന്നെ ആ സമയത്ത് അദ്ദേഹത്തിന് വല്ലാത്ത വിൽ പവർ ഉള്ള ഒരു വ്യക്തിയാണ്. കറക്റ്റാണ് അത് കറക്റ്റാണ്. പക്ഷെ ഏത് രാഷ്ട്രീയ വിദഗ്ധതയൊന്നും വേണ്ട. കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാത്രമേ മുളന്താനത്ത് വിജയിക്കൂ എന്നുള്ള സംശയമൊന്നുമില്ല. ആകപ്പാടെ മുളന്താനം വാർഡിൽ ചെറിയ ഒരു മാറ്റം വരുത്തിയത് കോൺഗ്രസിന്റെ നിസാർ കുർബാനിയും P. മുഹമ്മദ് സക്കീറും തമ്മിലുള്ള മത്സരത്തിലാണ്. സാധാരണമായി കുറച്ചുകൂടെ വോട്ട് കൂടുതൽ. പക്ഷെ അപ്പോൾ അവിടെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി അല്ലായിരുന്നു എന്നുള്ള ഒരു പ്രസക്തമായ ഒരു കാര്യമുണ്ട്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കോണി ചിഹ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നല്ല ഏതെങ്കിലും ഒരു പാർട്ടി വന്നിട്ട് അതിനെ മറികടക്കാന്ന് കഴിയുന്നത് അസംഭവ്യമാണ്. പ്രത്യേകിച്ച് TM റഷീദിനെ പോലെ ഒരാൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ പൊതുവെ അദ്ദേഹം രാഷ്ട്രീയപരമായിട്ട് മുസ്ലിം ലീഗിനൊക്കെ ഒരു എതിരായി നിൽക്കുന്ന ഒരാളും കൂടിയാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ നമുക്ക് തീർത്തു പറയാൻ പറ്റില്ല. കാരണം ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കാട്ടാമല വാർഡ് മുസ്ലിമിന് വലിയ മജോറിറ്റി ഉള്ള ഒരു വാർഡാണ്. അവിടെ LDF ജയിച്ചു. അതുപോലെ പുതുതായിട്ട് രൂപീകരിച്ച നടക്കൽ വാർഡ് മുസ്ലിമിന് വലിയ മജോറിറ്റി ഉള്ള വാർഡാണ്. അവിടെ വെൽഫെയർ പാർട്ടി കഷ്ടിച്ച് കടന്നുകൂടി എന്ന് പറയാം. 13 വോട്ടിന് ഭൂരിപക്ഷമേ ഉള്ളൂ. പക്ഷേ സ്ഥാനാർത്ഥി മികവ് അപ്പുറത്ത് മികച്ച സ്ഥാനാർത്ഥി വരുമ്പോൾ UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറയുന്ന പ്രതിഭാസം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ മറികടക്കുന്ന ഒരു വാർഡായിട്ടാണ് മുളന്താനം ഡിവിഷനെ പലപ്പോഴും കാണാൻ കഴിയുന്നത് മനസ്സിലായിരിക്കുന്നത്. കാരണം മറ്റിപ്പോ പുതിയ വാർഡ് നടക്കൽ ഡിവിഷൻ വന്നതെന്ന് പറയുന്നത് അതിന്റെ എങ്ങനെ ആവും എന്ന് പ്രായോഗികതയിലൂടെ അറിയേണ്ട ഒരു വാർഡായിരുന്നു. അതിലകത്ത് ഏറ്റവും രസകരമായ സ്ഥാനം STP അവിടെ 2ാം സ്ഥാനത്ത് വന്നു. നല്ല രീതിയിൽ STP വെച്ചാൽ നമ്മുടെ 13 അബ്ദുൽ ലത്തീഫിന്റെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം അദ്ദേഹം ആ വാർഡ് നിറഞ്ഞു നിൽക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അത് പലപ്പോഴും എല്ലാവരും പറഞ്ഞിരുന്നത് UDF ഈസി ആയിട്ട് വിജയിക്കും എന്ന് പറഞ്ഞിരുന്ന ഒരു വാർഡാണ് ശരിക്കും ഈ സുറുമി യൂസുഫിന്റെ ആ വാർഡ്. അവിടെ നമ്മുടെ
ഫാത്തിമ അനസ് എന്ന് പറയുന്ന പിന്നെ ഇടതുപക്ഷത്തിൽ അവര് നമ്മള് ഒരു മികച്ച രൂപത്തിലേക്ക് വരും, പെർഫോം ചെയ്യുന്ന കരുതിയിരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് 13-ാം വാർഡ്. പക്ഷെ അവര് വോട്ട് നിലയിൽ 3-ാം സ്ഥാനത്തേക്ക് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വോട്ടെ അവർക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് ഒരു യൂസഫിന്റെ ഹസ്ബൻഡ് യൂസഫ് അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിച്ചതിന്റെ ഒരു ഫലവും കൂടി തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു. ആ വാർഡ് ഹിബ യൂസഫിന്റെ പ്രവർത്തനത്തിലുള്ള ഒരു അംഗീകാരമാണ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ഉദ്ദേശിച്ചല്ല, വർഷങ്ങളായിട്ട് കാരക്കാട് മേഖലയിൽ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അംഗീകാരമാണ് തീർച്ചയായിട്ടും ആ വാർഡിലെ വിജയം തോന്നുന്നു. പിന്നെ എന്റെ ഒരു വിലയിരുത്തൽ അവിടെ അതേസമയം ഈ STPയുടെ സ്ഥാനാർത്ഥിയും ശരിക്കും വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല, കാരണം അത് ഓരോ വീടുകളും കേന്ദ്രീകരിച്ച് നിശബ്ദമായ ഒരു പ്രചരണം നടത്തുന്നതിൽ STP വിജയിച്ചിട്ടുണ്ട്. അത് യുഡിഎഫിനപ്പുറം അരുത്രയിൽ LDFന്റെ ഒരു വിജയം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. തീർച്ചയായിട്ടും അത് BJP അക്കൗണ്ട് തുറക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഒരു വാർഡിൽ LDF വിജയിച്ചിട്ടുണ്ട്. LDFന്റെ ജെയിംസ് ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിജയമാണ് അവിടെ LDF സ്ഥാനാർത്ഥി ജെയിംസിന്റെ വിജയം. കാരണം PC ജോർജ് നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിന്റെ ഒരുപാട് കുടുംബ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും ഒക്കെ ഉള്ള അരുവിത്ര വാർഡ്, എനിക്ക് തോന്നുന്നു 99% ക്രിസ്ത്യൻ വോട്ടർമാരുള്ള ഈരാറ്റുപേട്ടയിലെ ഒരു വാർഡാണ് അരുവിത്ര വാർഡ്. ആ വാർഡിൽ ഇപ്രാവശ്യം താമര വിരിയുമെന്ന് ഷോൺ ജോർജ് പത്രസമ്മേളനത്തിൽ, കോട്ടയത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. താമര ഇപ്രാവശ്യം ഈരാറ്റുപേട്ട നഗരസഭയിൽ വിരിയും. നമ്മളും പറഞ്ഞിരുന്നു ഇപ്രാവശ്യം അദ്ദേഹം വിജയിച്ചാൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചൊല്ലിക്കൊടുക്കേണ്ടത് മറ്റുള്ളവർക്ക് അദ്ദേഹമായിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ ഒരു അത്ഭുതകരമായ വിജയമാണ് LDF സ്ഥാനാർത്ഥി നേടിയത്. എനിക്ക് തോന്നുന്നു അവിടെ UDFന്റെ ഒരു സഹായം LDFന് കിട്ടിയിട്ടുണ്ടെന്നാണ്. UDFന്റെ 80 വോട്ടുകളല്ലേ നേടിയുള്ളൂ, പക്ഷെ UDFന് അതിൽ കൂടുതൽ വോട്ടുകളുള്ള ഒരു വാർഡാണിത്. സ്വാഭാവികമായിട്ടും കുറെ അധികം UDF വോട്ടുകളും LDFിലേക്ക്. LDFന്റെ വിജയത്തിൽ BJP ജയിക്കാതിരുന്നതിൽ UDF LDF ഒരുമിച്ച് ആഹ്ലാദിച്ചതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഉറപ്പായിട്ടും, കാരണം BJP വരാതിരിക്കുന്നതിന് വേണ്ടി. അപ്പൊ നമ്മളോട് ഇന്നലെ ചോദിച്ചുവല്ലേ, ഇന്നലെ നമ്മുടെ അടുത്ത് ആരാണ് ഷാബിന്റെ അടുത്ത് ചോദിച്ചത്, എന്താ നിങ്ങളെന്താ BJPയെ കുറിച്ച് അങ്ങനെ പരാമർശിച്ചു എന്നൊക്കെ പറഞ്ഞ് പിന്നെ ചാർലിയുടെ മോൻ. നമ്മളിപ്പോ ഒരു മാധ്യമപ്രവർത്തകർ നമ്മൾ വോട്ടർമാരുടെ ജനപക്ഷത്ത് നിൽക്കുക എന്നുള്ളതുള്ളൂ. നമ്മുടെ ഈരാറ്റുപേട്ടയിലെ ജനങ്ങൾ ഒരുമിച്ച് പറഞ്ഞ ഒരു വാക്കുകളൊക്കെയാണ്. നമുക്ക് അത്തരം ഒരു പാർട്ടി അവിടെ കയറിയതെന്ന് വോട്ടർമാർ പറഞ്ഞു, അത് നമ്മൾ ഉദ്ധരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ 29 ഡിവിഷൻ എന്ന് പറയുന്നത് പിന്നെ ഒരു പൊതുവെ ഈ BJP ഭാരതീയ ജനതാ പാർട്ടി ഇതുവരെ അക്കൗണ്ട് തുറന്നിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി അക്കൗണ്ട് തുറക്കുക എന്നുള്ള ജനാധിപത്യത്തിലോ തെറ്റൊന്നുമല്ല, സൗന്ദര്യം തന്നെയാണ്. എല്ലാ പാർട്ടികളും വരിക എന്നുള്ളത് തന്നെയാണ്. ഭാരതീയ ജനതാ പാർട്ടി പിന്നെ ഒരു സീറ്റ് അവിടെ അക്കൗണ്ട് തുറന്നു കരുതി സംഭവിക്കാൻ പോകുന്നില്ല. അതേസമയം നമ്മളുടെ ചില വിയോജിപ്പുകളുള്ളവർ അവരുടെ ആ വിയോജിപ്പുകൾ ആവർത്തിക്കുകയും ആ വിയോജിപ്പിനെതിരായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി വരാതിരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടി വന്നു എന്ന് കരുതിയിട്ട് പിന്നെ പാർട്ടിയെന്നുപരിയായിട്ട് പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അവിടെ ആ വാർഡില് പിന്നെ നമ്മുടെ പിന്നെ ശ്രീ PC ജോർജും അപ്പൊ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർട്ടിയും കൂടെയാണ് ഇപ്പൊ അത്. ഇദ്ദേഹം തന്നെ പ്രതിനിധാനം ചെയ്തിരുന്ന ഈ വാർഡിൽ കഴിഞ്ഞ 2020 6 വോട്ടുകൾക്ക് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തന്നെയാണ് വിജയിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇപ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അന്ന് NDA സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ NDA സ്ഥാനാർത്ഥി ഇവരും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വിജയിക്കേണ്ടതായിരുന്നു. അപ്പൊ അവിടെ ഈ പറഞ്ഞതുപോലെ ചെറിയ UDFന്റെ വോട്ടിന്റെ ചോർച്ച അല്ല, ഇതെനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകുന്ന ഒരു ബാക്കി പത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ടോട്ടൽ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്, ഈ അധികം വർഗീയതയും അധികം വിഭാഗീയതയും പറയുന്ന പ്രസ്ഥാനങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ഒരു തീർച്ചയായിട്ടും ഒരു ഇടിവ്. അതായത് മതേതര ജനാധിപത്യ വിശ്വാസികൾക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം നൽകുന്ന ഒരു വിധി തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഈരാറ്റുപേട്ടയുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു വിശ്വാസ്യതയ്ക്കും കൂടുതൽ മകുടം ചാർത്തും. നമ്മള് ഇപ്പൊ UDF ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ നമ്മള് എനിക്ക് 14 സീറ്റാണ് ഒന്നല്ലേ, കഴിഞ്ഞ പ്രാവശ്യം 14 സീറ്റല്ലേ UDFന്. അപ്പൊ ആ 16 അതോടൊപ്പം തന്നെ LDF സീറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമ്മള് അതും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ UDFന് നല്ല ലീഡർഷിപ്പ് ഒരുപാട് ആളുകളുണ്ട്. അതേസമയം LDFന് ലീഡർഷിപ്പ് ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഒരു ചെയർമാൻ കാൻഡിഡേറ്റ് ആയിട്ട് അവരൊരു പ്രത്യേക വ്യക്തിയെ ഉയർത്തിക്കാട്ടുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയൊരു നേതൃനിര LDFന് ഇല്ലെന്നാണ് പൊതുവെ പറയാറ്.
പക്ഷെ അത്തരം സാഹചര്യത്തിലും അവരവരുടെ സീറ്റിംഗ് അവരൊന്നും പ്രവർത്തിക്കാതെയും ഒന്നും ചെയ്യാതെയും തെരഞ്ഞെടുപ്പ് സമയത്ത് നല്ല കാൻഡിഡേറ്റിനെ ഇട്ടാൽ അവർക്ക് ഈരാറ്റുപേട്ടയിൽ എത്ര പെർഫോമൻസ് നടത്താം എന്ന വലിയൊരു ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം തിരഞ്ഞെടുപ്പ് ആണെങ്കിലും ഈ രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പിൽ മാത്രമല്ലല്ലോ, അതിനു മുൻപും പ്രവർത്തിച്ചതിന്റെയൊക്കെ ഫലമാണ് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നതെന്ന് മാത്രം. അതിൽ ഉത്തമ ഉദാഹരണം അല്ല ശബന, ഒരു കാര്യം പറയാം. ഈരാറ്റുപേട്ട നഗരസഭയിൽ വോട്ടേഴ്സിൽ പേര് ചേർക്കുന്ന ഒരു വലിയ പ്രക്രിയ കഴിഞ്ഞ 4-5 മാസമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈരാറ്റുപേട്ട കാട്ടാമല വാർഡിൽ ഇപ്പം 7 വോട്ടിന് ഷാജിദ വിജയിച്ച കാട്ടാമല വാർഡ് 13 വോട്ടിന് ഷാജിദ വിജയിച്ച കാട്ടാമല വാർഡിൽ ഒരു LDF കാരും അവിടെ വോട്ടേഴ്സിൽ പേര് ചേർന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു അവിടെ UDF വ്യാപകമായിട്ട് പരമാവധി ആളുകളെ വോട്ടേഴ്സിൽ പേര് ചേർക്കും. എല്ലാ പ്രവർത്തനങ്ങളും അവിടെ UDF ചെയ്തു. ഇതൊന്നും അവിടെ LDF ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അവിടെയുള്ള വാർഡിൽ നിന്നുള്ള എന്റെ ഒരു അറിവാണ്, അവിടെ ചെയ്തിട്ടില്ല. പക്ഷെ ഇതൊന്നും ചെയ്യാതെയും അവരൊരു മികച്ച സ്ഥാനാർത്ഥിയെ കൊണ്ട് ഇട്ടപ്പോൾ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ഞാൻ പറയും, ഇത് LDFന് കിട്ടുന്ന ഒരു മെച്ചമാണ് ഈരാറ്റുപേട്ടയിൽ. അല്ല, ഉറപ്പായിട്ടും അത് തീർച്ചയായിട്ടും ആ പരാജയം വളരെ ഗൗരവമുള്ള പരാജയമാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം, LDFന് ശ്രീ സിറാജ് പറഞ്ഞതുപോലെ LDFനെ സംബന്ധിച്ചിടത്തോളം LDF നില മെച്ചപ്പെടുത്തി എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. അതെന്നുള്ള ഒരു പത്താക്കി എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആ 10 എന്ന് പറയുമ്പോൾ പിന്നെ UDFന്റെ ചില പ്രധാനപ്പെട്ട സീറ്റുകളെ അട്ടിമറിച്ചും കൊണ്ടാണ് അവർ ഈ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതെ അതെ. അതേസമയം STP പരാജയപ്പെട്ട 2 അവിടെ നില മെച്ചപ്പെടുത്തിയ UDF ആണ്. അവിടെ LDF അല്ല മെച്ചപ്പെടുത്തിയത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമ്മിശ്രമായ ഘടകങ്ങളുണ്ട്. പക്ഷെ അതിനെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായിട്ട് രാഷ്ട്രീയ പാർട്ടികളിലും ഇപ്പൊ നഷ്ടം വന്ന ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ STPക്ക് നഷ്ടം വന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഈരാറ്റുപേട്ടയിൽ ഏറ്റവും കൂടുതൽ നഷ്ടം വന്നിരിക്കുന്ന പാർട്ടി STP തന്നെയാണ്. പക്ഷേ UDF വളരെ കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് ഭരിക്കാനുള്ള ഒരു മജോറിറ്റി എനിക്ക് തോന്നുന്നു 16 സീറ്റ് UDFന്, 10 സീറ്റ് LDF. ഈ 10 സീറ്റും ഇനി 3 സീറ്റ് SDPയും കൂടെ ചേർന്നാൽ പോലും 13 സീറ്റ് ആവുന്നില്ല. കേവലം ഭൂരിപക്ഷത്തെ മറികടന്നു പോയി. അപ്പം വളരെ കംഫർട്ടബിൾ മജോറിറ്റിയിൽ UDFന് ഭരിക്കാം. അങ്ങനെ ഒരു കംഫർട്ടബിൾ മജോറിറ്റി UDFന് കിട്ടി സുഗമമായിട്ട് നഗരഭരണം നടത്താനുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ നഗരഭരണത്തിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? എങ്ങനെയുള്ള ഒരു പെർഫോമൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഓക്കെ, അത് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് ഈ പഞ്ചായത്ത് രൂപീകരണം മുതൽ ബഹുഭൂരിപക്ഷം കാലഘട്ടങ്ങളിൽ ഭരിച്ചിരുന്ന UDF അല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഭരണം ഒരു തകർച്ചയാണെന്ന് പറയാൻ കഴിയില്ല. കാരണം അങ്ങനെ തകർച്ചയായിരുന്നെങ്കിൽ വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂഷൻ ഉണ്ടാവില്ല. പക്ഷേ എങ്കിൽ പോലും ഉണ്ടാകുന്ന ചില കൂടുതൽ വീക്ഷണങ്ങളും വികസന സ്വപ്നങ്ങളിൽ കുറച്ചുകൂടെ മറ്റൊരു വീക്ഷണങ്ങളും കൂടെ പുലർത്തേണ്ടി. ഈരാറ്റുപേട്ടക്കാർക്ക് ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു സമൂഹമാണ്. അങ്ങനെ പറഞ്ഞാൽ അവര് കോട്ടയത്തും പാലായിലും തൊടുപുഴയിലും ഒക്കെ പോയിട്ട് അവിടുത്തെ നഗരസഭയും അവിടുത്തെ സംവിധാനങ്ങളൊക്കെ കണ്ടിട്ട് അതൊന്നും ഈരാറ്റുപേട്ടയിൽ ഇല്ലല്ലോ എന്ന് പരിതപിക്കുന്ന ആളുകളാണ്. അവരുടെ ആ ഒരു വികസന സ്വപ്നങ്ങളെ ശമിപ്പിക്കുന്ന വലിയ പദ്ധതികളും നല്ല വികസനങ്ങളുമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ UDFന്റെ ഒരു ഭരണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് സ്വപ്ന പദ്ധതികൾക്കപ്പുറം അടിസ്ഥാന സൗകര്യങ്ങളാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ എടുത്തു പറയേണ്ടത് നമുക്ക് നാടൊരു കളിസ്ഥലം തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ധാരാളം കഴിവുള്ള യുവ കായിക താരങ്ങൾ വളർന്നു വരുന്നുണ്ട്. നമ്മുടെ മുസ്ലിം ഗേൾസിലെ ഒരു കുട്ടി തന്നെ കേരള ടീമിലേക്ക്, ഹാൻഡ്ബോൾ കേരള ടീമിലേക്ക് സെലക്ഷൻ കിട്ടി നാഷണൽ ടീമിലേക്ക് മത്സരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ട ഒരു കളിസ്ഥലം പാലായിലെത്തി ഇപ്പോൾ മുനിസിപ്പൽ സ്റ്റേഡിയം ഉണ്ട്. അതുപോലത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവരാൻ UDF ശ്രദ്ധിക്കണമെന്നാണ് നമ്മള് പുതിയൊരു ഭരണസമിതി. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഈ സോഷ്യൽ മീഡിയയിലേക്ക് കൂടെയൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യം വന്നൊരു കാര്യമാണ് കളിസ്ഥലം, പാർക്ക്, അതുപോലുള്ള ജനങ്ങളുടെ കാര്യങ്ങൾ. അപ്പം പുതിയ ഭരണസമിതി അതിലേക്കൊക്കെ ശ്രദ്ധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതിനകത്ത് എനിക്ക് ഷാജിന പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ വലിയ വികസനത്തെക്കാൾ ഉപരി അടിസ്ഥാനപരമായിട്ട് ജനങ്ങളെ ബാധിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അതിൽ ഊന്നിക്കൊണ്ടുള്ള വികസനവും അതിനുള്ള പ്രവർത്തനമാണ് കൂടുതൽ ജനകീയമാവുന്നത്. വളരെ കറക്റ്റാണ്. കാരണം വലിയൊരു മൊത്തത്തിൽ അറിയപ്പെടുന്ന എന്തെങ്കിലും ഒരു വലിയൊരു സ്ഥാപനം അല്ലെങ്കിൽ പക്ഷെ സാധാരണക്കാരിലേക്ക് വലിയ സംഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. പക്ഷെ പല രാഷ്ട്രീയ പാർട്ടികളും ഇപ്പൊ പുതുതായിട്ട് വരുന്നത് പല രാഷ്ട്രീയ പാർട്ടികളും പറയുന്ന തന്ത്രം അതാണ്. ഈ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് അവരുടെ ചെറു വികസനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ അത് വലിയ രീതിയിലുണ്ടാകും.
ഇപ്പൊ 2020 എന്നൊക്കെ പറയുന്ന പോലത്തെ അവരൊക്കെ എന്താ പ്രാദേശിക വികസനത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് അത് മാത്രം ചെയ്തു. അപ്പൊ അത് ഷാജിന പറഞ്ഞ പോലെ ശരിയാണ്. പ്രത്യേകിച്ച് കളിസ്ഥലം പോലെ അതുപോലുള്ള ചില പ്രാഥമികമായിട്ടുള്ള ചില വികസന പദ്ധതികളുണ്ട്. അത് പലപ്പോഴും വലിയ പദ്ധതികളിലേക്ക് പിറകെ പോകുമ്പോൾ കഴിഞ്ഞ 5 വർഷങ്ങളിൽ അല്ലെങ്കിൽ മുൻ വർഷങ്ങളിലൊക്കെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യയുടെ വളരെ വളർച്ച ഉണ്ടായ ഒരു കാലഘട്ടമാണ്. കുട്ടികളൊക്കെ ഫോണിനും അല്ലെങ്കിൽ പണ്ടൊക്കെ നിങ്ങളെ പോലുള്ളവരൊക്കെ വളർന്ന സമയത്ത് കളിയിടങ്ങൾ ഉണ്ടായിരുന്നു. വീടുകളിൽ ഒതുങ്ങുന്നതിന് പകരം അവിടെ നല്ല നല്ല മൂല്യങ്ങളും ബോധങ്ങളും ചർച്ച ചെയ്യപ്പെട്ട് കുട്ടികളിൽ ഒരു ജനാധിപത്യ ബോധമൊക്കെ വളർന്നിരുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്ത് കൂടുതൽ സ്വകാര്യ കളിസ്ഥലങ്ങൾ വളരുകയും നമുക്ക് കഴിവുള്ള കുട്ടികൾക്ക് പൈസ കൊടുത്ത് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ വളരുന്ന സമൂഹം എന്ന നിലയ്ക്ക് ഒരു വലിയ ലൈബ്രറി അതുപോലെയുള്ള സാംസ്കാരിക ഇടങ്ങള് ഇതൊക്കെ പലപ്പോഴും പാർക്ക് പൊതുവായിട്ടുള്ള അങ്ങനെ നിർബന്ധമായിട്ട് നിർമ്മിക്കാനുള്ള സ്ഥലവും സൗകര്യവും ആറ്റുതീരവും ഒക്കെ നമുക്ക് സത്യത്തിൽ അതിനെക്കുറിച്ചുള്ള പദ്ധതികൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ പ്രോജക്ടുകൾ ഭംഗിയായിട്ട് നടപ്പാക്കാനുള്ള ഒരുപാട് ഏജൻസികളുണ്ട്, ഒരുപാട് ഉറവിടങ്ങളുണ്ട്. അതൊക്കെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തി ഒരു നല്ല പ്രതീക്ഷകൾക്കൊത്തുയരുന്ന ഒരു ഭരണസമിതി നമുക്ക് ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും അതിനുള്ള ഒരു UDF-ൽ വിശ്വാസം അർപ്പിച്ചതിന്റെ തെളിവാണ് 14 നിന്ന് 16ലേക്ക് മാത്രമല്ല കുറച്ച് കൂടുതൽ യുവാക്കൾക്ക് പ്രാധാന്യം ഒരു ഭരണസമിതിയും അല്ലെങ്കിൽ മൊത്തത്തിലുള്ള എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ ഭരണസമിതി ഞങ്ങളെ പൊതുവായിട്ട് എടുത്താല് പൊതുവെ ഒരു നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന കുറെ അധികം ആളുകളുണ്ട്. LDF ആണെങ്കിലും UDF ആണെങ്കിലും SDP ആണെങ്കിലും അതിനകത്തെല്ലാം ഒരു ക്രിയാത്മക ഭരണപക്ഷമായി പ്രതിപക്ഷമായി നിൽക്കാൻ കഴിയുന്ന ആളുകളാണ് അതിനകത്ത് കൂടുതലായിട്ടുള്ളത്. അപ്പൊ അവരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോയാൽ ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു സംവിധാനമാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ. പിന്നെ അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷന് ശേഷമുള്ള രാഷ്ട്രീയത്തിലെ വികസന കാര്യങ്ങളിൽ ഒരു ചേർത്ത് നിർത്തൽ ഉണ്ടായാൽ പക്ഷേ നാടിന്റെ സമഗ്രമായ ഒരു പുരോഗതിക്ക് വരും. ഈ പല ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഇപ്പൊ UDF-ന്റെ ഒക്കെയാണ് ചടുലമായ നേതൃത്വം, എല്ലാവരും ചെറുപ്പക്കാരായിട്ട് കൂടുതൽ ആൾക്കാരും വരുന്നത്. LDF-ന്റെ ആണെങ്കിലും ഇപ്പം സവാദ് ഇഞ്ചക്കാട് ഉൾപ്പെടെയുള്ള അവരുടെ റാസ് ഇവരൊക്കെ ഇങ്ങനെ ഒരു നമുക്ക് പ്രശ്നക്കാരല്ല, തീരെ പഴയ തലമുറയിൽ നിന്ന് മാറി പുതുതലമുറയും അവരുടെ ആശയങ്ങൾ അവർക്കെല്ലാവർക്കും നല്ല രീതിയിൽ അവർക്കെല്ലാവർക്കും മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മളുടെ ഒരു തെരഞ്ഞെടുപ്പ് വിശകലനം ഒരുപക്ഷെ അതിനകത്ത് ഞങ്ങൾ പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടാകാം, വിയോജിപ്പുണ്ടാവാം. ഏതായാലും അറിവുകൾ നമ്മൾ ഒരിക്കലും ഒരു വിവാദത്തിനോ അല്ല, മറിച്ച് നമ്മൾ ജനങ്ങളിലേക്ക് ഇതിൽ വ്യത്യസ്തവും ഇതിനേക്കാൾ കൂടുതൽ ആശയങ്ങളുള്ള പൊതുജനങ്ങളുടെ അവർക്ക് ബേസിക് നല്ല ആശയങ്ങളുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എനിക്ക് തോന്നുന്നു വികസനത്തെ കുറിച്ച്, നാടിനെ കുറിച്ച് നല്ല കൺസെപ്റ്റുള്ള ഒരുപാട് ആളുകളുണ്ട്. എന്റെ അഭിപ്രായത്തിൽ പുതിയ ഭരണസമിതി അത്തരത്തിലുള്ള ഇപ്പൊ 29 കൗൺസിലർമാരുടെ അഭിപ്രായം കേൾക്കുന്നതോടൊപ്പം ഈ നാടിന്റെ വികസനത്തെക്കുറിച്ച്, ഭാവി ഈരാറ്റുപേട്ടയെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ തേടണം. അവരെ നമ്മുടെ ഈ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്ന് അവരിൽ നിന്ന് ഈ നാടിന് എന്തൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ അങ്ങനെ ഉപയോഗപ്പെടുത്തി എല്ലാവരെയും ചേർത്ത് നിർത്തിയുള്ള ഒരു മുന്നോട്ട് പോക്കായിരിക്കും നമ്മുടെ നാടിന്. അതുപോലെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള നല്ല പദ്ധതികള് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും സമർപ്പിച്ചുകൊണ്ട് അത് മേടിച്ചെടുക്കാനുള്ള ഒരു വലിയ കരവിരുദ്ധം കൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടത് നഗരസഭയുടെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ. അത് നമുക്ക് എന്തായാലും നടന്നു പോകുന്ന കുറെ കാര്യങ്ങൾ. പക്ഷെ അങ്ങനെയുള്ള പദ്ധതികൾ തേടിപ്പിടിച്ച് പ്രോജക്റ്റുകൾ കൊടുത്ത് പുതിയ പദ്ധതികൾ ഇങ്ങോട്ട് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് എഫക്റ്റീവ് ആയിട്ടുള്ള ഭരണസമിതി. MLA MP ഒക്കെ ശരിക്കും വിനിയോഗിക്കുന്നത് തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മുടെ MLA ആണെങ്കിലും MP ആണെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ പരമാവധി സഹകരിക്കുന്നവരുമാണ്. ഏതായാലും നമുക്ക് അവരുടെയൊക്കെ ഒരു സേവനവും അതുപോലെ പുതിയ ഭരണസമിതിയുടെ ഒരു നല്ല കാഴ്ചപ്പാടും തീർച്ചയായിട്ടും നമ്മളുടെ നഗരഭരണത്തിന് ഒരു മുതൽക്കൂട്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളുടെ ഈ നഗര ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നല്ലൊരു ഭരണസമിതി വന്നിരിക്കുന്നു. ആ ഭരണസമിതിയോടൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ നാടിന്റെ വികസനത്തിൽ നമുക്ക് എല്ലാവർക്കും ഭാഗവാക്കാകാം. അതിന് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചർച്ചയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അത് ഒരുപക്ഷെ ഈ ചർച്ചയുടെ വാദങ്ങളോട് യോജിപ്പ് വിയോജിപ്പൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. എന്തായാലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. കാരണം നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ അധികാരത്തിലേക്ക് കയറാൻ പടിവാതിൽ. അപ്പോൾ അവരോട് നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങളുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ
ഒരു കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. തീർച്ചയായും അവർ ശ്രദ്ധിക്കും. കാരണം ഉറപ്പായിട്ട് ശ്രദ്ധിക്കും. അവരെല്ലാം ശ്രദ്ധിച്ച് നമ്മള് ഈ ജനങ്ങളെ ന്യൂസിന് നമുക്ക് അങ്ങനെ വലിയൊരു വിശ്വാസ്യത. അതായത് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മളുടെ ലൈവ് പ്രോഗ്രാം 2 ലക്ഷത്തിലധികം ആളുകളാണ് കണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ നടത്തിയ തെരഞ്ഞെടുപ്പ് വിശകലനം ഏതാണ്ട് 60,000 പേരാണ് കണ്ടിരിക്കുന്നത്. അപ്പം നമ്മളുടെ ഈ ചർച്ചകള് ഈരാറ്റുപേട്ടയിലെ ഭരണ നേതൃത്വവും ബന്ധപ്പെട്ട അധികാരികളും നല്ലവണ്ണം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നടപടികളുമുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഭരണാധികാരികളോട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. തീർച്ചയായിട്ടും അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പുതിയ ഭരണസമിതി അവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കും, പരമാവധി അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഏതായാലും ഇങ്ങനെ ഒരു ചർച്ചയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട ഹബീബിനും ഷാബിനയ്ക്കും പ്രത്യേകം ഈ ന്യൂസിന് വേണ്ടി നന്ദി പറയുന്നു. ഇപ്പം ഇങ്ങനെ ഒരു ചർച്ച ഞങ്ങൾ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ സമകാലികമായി ഈരാറ്റുപേട്ടയിൽ ഇതുപോലുള്ള സംഭവങ്ങളെ കുറിച്ച് ഒരു ചർച്ച തുടർന്നുകൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിനോട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പിന്തുണയും അർപ്പിക്കുന്നു. ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ആ ഡിസ്കഷനിൽ ഇനിയിപ്പോ ഗസ്റ്റ് ആയിട്ട് നമുക്ക് വേറെയും ചില ആളുകളെ ഈ ചർച്ചയിൽ നമുക്ക് പങ്കെടുപ്പിക്കാം. ഏതായാലും എല്ലാവിധ സപ്പോർട്ടും ഈ ന്യൂസിന്റെ പ്രേക്ഷകരിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമുക്കിനി സമകാലിക ചർച്ചകളിൽ വീണ്ടും കാണാം. ഇനി ശുചിത്വത്തിൻ തിളക്കം ഡിഫിക്സിലൂടെ. ഹോം ബോൺ ഇൻട്രൊഡ്യൂസിംഗ് ഡിഫിക്സ് ഡിഷ് വാഷ് കേക്ക് ആൻഡ് ഡിഷ് വാഷ് ജെൽ. ഹോം ബോണിന്റെ ഡിഫിക്സ് ഡിഷ് വാഷ് ജെൽ സെൻസിറ്റീവ് കൈകൾക്ക് അനുയോജ്യം. ഡിഫിക്സിന്റെ യുണീക് ഫോർമുല, സോഫ്റ്റ് ഓൺ സ്കിൻ ഇൻഗ്രീഡിയൻസ്, പവർ ഫോമിംഗ് ആക്ഷൻ ആൻഡ് റിയൽ ജെൽ ഫോം എന്നിവയാൽ പാത്രം കഴുകൽ കൂടുതൽ എളുപ്പമാക്കുന്നു. എക്സ്പീരിയൻസ് ദ ക്വാളിറ്റി ആൻഡ് ഷൈൻ ഓഫ് ഡിഫിക്സ്.